ഹലോ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വീണ്ടും ഒരു ചക്കയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു ചക്ക കേക്കാണ്. നല്ല ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്ത് കരിക്കുന്നുണ്ട്. കരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് കരിച്ച് കളയൽ, ജസ്റ്റ് ഒരു ഡാർക്ക് ബ്രൗണായി വരണം. നമ്മുടെ ഈ കേക്കിനൊരു കളറ് കിട്ടാനാണ് നമ്മൾ ഈ പഞ്ചസാര കരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പിൽ ഫ്ലെയിം കത്തിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ ഇളക്കി ഒരല്പസമയം ഇരിക്കുമ്പം ഇത് തനിയെ അലിഞ്ഞ് വന്നോളും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇനി ഇളക്കി കൊടുക്കണം. കാരണം ജസ്റ്റ് ഒരു ഡാർക്ക് കളർ ആവുന്നതിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കരിഞ്ഞു പോയിരിക്കാൻ ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല ഡാർക്ക് കളറിൽ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് ദൂരെ മാറി നിൽക്കണം. മുഖത്തോ കയ്യിലോ ഒക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര കരിയിച്ചത് റെഡി ആയിട്ടിട്ട് ഇതിൽ നിന്നും തണുത്ത് വരണം. അപ്പോൾ അടുത്തിനി നമുക്ക് അരക്കപ്പ് പഞ്ചസാര ഞാനൊന്ന് പൊടിച്ചെടുക്കുവാണ്. ഇതിലോട്ട് ഞാൻ ഒരു 3 ഗ്രാമ്പു കൂടെ ഇട്ട് കൊടുക്കുവാണ്. നമ്മുടെ ഈ കടയിലൊക്കെ ക്യാരറ്റ് കേക്കൊക്കെ ചെയ്യുമ്പോൾ അവരതിൽ ചേർക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റാണ് ഈ ഗ്രാമ്പു. ഗ്രാമ്പു ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക മണവുമാണ് കേട്ടോ നമ്മുടെ കേക്കിന്. അപ്പോൾ അത് ആരും സ്കിപ്പ് ചെയ്യരുത് ഗ്രാമ്പു. ഇനി ഞാൻ ഒരു 10 ചക്കച്ചുള കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ആ പഞ്ചസാര പൊടിച്ച അതേ ജാറിൽ തന്നെ ഇത് നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുക്കുവാണേ. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടിടാനുള്ള ഉണക്കമുന്തിരി ഞാൻ അല്പം മൈദ ഒന്ന് തൂകി ഡിപ്പ് ചെയ്തെടുക്കുവാണ്. കാരണം ഇത് നമ്മൾ ബാറ്ററിലിടുമ്പോൾ അടിയിലോട്ട് മൊത്തത്തിൽ പോകാതിരിക്കാനാണ്. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും ഈ മുന്തിരി എത്തും. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മുന്തിരിയാണ് എടുത്തേക്കുന്നത്. ചക്ക കേക്കിൻ്റെ കൂടെ മുന്തിരി നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഞാനൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. നിങ്ങൾ മിക്സ് ചെയ്തില്ല എങ്കിൽ ഒരു 3 വട്ടം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ മിക്സ് ആവും. ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് ഇതൊന്ന് ഈ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്താലേ ഈ ബേക്കിംഗ് പൗഡറും സോഡയും ഒക്കെ നല്ലപോലെ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തത്തുള്ളൂ. അപ്പോൾ അത് ആരും സ്കിപ്പ് ചെയ്യരുത്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഒരു ബൗളിലോട്ട് 2 മുട്ട എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇവിടെ ബീറ്ററാണ് ഇത് ബീറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഞാൻ ഈ ബീറ്റർ വെച്ച് ചെയ്യുന്ന ഇതേ സെയിം കാര്യങ്ങൾ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 മുട്ട എടുത്തിട്ട് അതിൽ 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുവാണ്. ഇത് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് ഇതേ സെയിം രീതിയിൽ തന്നെ ഒരു 3 മിനിറ്റ് ബീറ്റ് ചെയ്ത ശേഷം നമ്മൾ പൊടിച്ച പഞ്ചസാര ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ വീതമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മിക്സിയുടെ ജാറിൽ ചെയ്യുമ്പോൾ മൊത്തത്തിലിട്ട് നിങ്ങൾക്ക് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയും മുട്ടയൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ പഞ്ചസാര കരിച്ച് വെച്ചിരുന്നില്ലേ, അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര കരിച്ചത് നല്ല കട്ടിയായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്ന് ലൂസാക്കാനായിട്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ പഞ്ചസാര കരിച്ചത് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മുടെ കേക്കിന് കളർ കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ആഡ് ചെയ്ത ശേഷം അധികം ഓവർ ബീറ്റിംഗ് വേണ്ട, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മിക്സിയിലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പൾസ് ബട്ടൺ കൊടുത്ത് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ചക്കയുടെ പ്യൂരി ഉണ്ടല്ലോ, അത് ഞാൻ കുറേശ്ശെ വീതം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്യാം, അല്ല എങ്കിൽ
ഒരു നൈഫ് വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് സ്പാച്ചില വെച്ചിട്ടോ നല്ലപോലെ നിങ്ങൾക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ബീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഇത് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീറ്ററിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇത് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ നമ്മൾ മൈദമാവിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന ഉണക്ക മുന്തിരി ഇതിലോട്ട് ആഡ് ചെയ്തിട്ട് ഈ മുന്തിരി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മൈദയുടെ പൊടി ഉണ്ടല്ലോ, ആ പൊടി കുറേശ്ശേ വീതം ഈ ബാറ്ററിൽ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുത്തി ഇളക്കാൻ പാടില്ല, അപ്പോഴും നമ്മുടെ ആ കേക്കിൻ്റെ കൺസിസ്റ്റൻസി അങ്ങ് പോകും. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. നമ്മൾ സാധാരണ കേക്കിനെടുക്കുന്ന പോലെ റിബൺ കൺസിസ്റ്റൻസി അല്ല, അതിൽ നിന്നും കുറച്ചും കൂടെ കട്ടിയുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ ചക്ക കേക്കിന് വേണ്ടത്. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററൊക്കെ കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ ഇട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ കേക്കിന് വേണ്ടത്. എന്നാൽ അതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റ് ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബാറ്റർ മൊത്തത്തിൽ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തട്ടി കൊടുക്കുവാണ്. അങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ ഇതിൽ എയർ ബബിൾസൊക്കെ പോയി കിട്ടും. ഇനി ഞാൻ ഇതിങ്ങനെ ഒരു പാത്രം ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിലോട്ട് വെച്ചാണ് ഈ ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിലും വെച്ചും ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ കൂടുതലും ഈ പാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ ഒരു 40 മിനിറ്റ് ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കേക്കൊക്കെ നല്ലതായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനൊരു സ്റ്റിക്കിട്ട് കുത്തിയപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ അതായിട്ടില്ല എന്നാണ് അർത്ഥം. ഇതിപ്പോൾ നല്ല ക്ലീനായിട്ട് വന്നുകൊണ്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്ത് വരുമ്പോൾ നമുക്ക് ഈ ഡ്രേയിൽ നിന്ന് ഡീമോൾഡ് ചെയ്ത് മാറ്റാം. അതിനായിട്ട് ഞാൻ സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ നല്ല കറക്റ്റ് പെർഫെക്റ്റായിട്ട് നിന്ന് ഇളകി വരുന്നുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല, പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഞാനിതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള കേക്ക് നല്ലപോലെ കിട്ടും. അതേപോലെ തന്നെ കറക്റ്റ് ടൈം നിങ്ങൾ നോക്കി ബേക്ക് ചെയ്യണം, എന്നാലേ കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ കേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ കേക്കൊക്കെ ഞാൻ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് സെർവിങ് ബൗളിലോട്ട് മാറ്റുവാണേ. അപ്പോൾ ഇപ്പോൾ ചക്ക സീസണാണ്. ചക്കയൊക്കെ എല്ലാവർക്കും നല്ല സുലഭമായിട്ട് കിട്ടും. നിങ്ങൾ ചക്ക എടുക്കുമ്പോൾ മാക്സിമം നമ്മുടെ വരിക്കച്ചക്ക തന്നെ എടുക്കാൻ നോക്കണം. അതും നല്ല പഴുത്തിട്ട് നല്ല ടേസ്റ്റുള്ള ചക്കയാണെങ്കിൽ നമ്മുടെ കേക്കിനും അത് കണക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ അതാ കണ്ടില്ലേ, എൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ കേക്ക്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ കേക്കിൻ്റെ, ആ ഒരു സ്മെല്ലല്ല ശരിക്കും ഈ കേക്കിന് എടുക്കുന്നത്. നമ്മുടെ ആ ചക്കയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ ചേർന്ന് നല്ലൊരു മണമാണ് കേട്ടോ അതിന് കിട്ടുന്നത്. ആ മണം അടിക്കുമ്പം തന്നെ നമുക്ക് ഈ കേക്ക് കഴിക്കാനുള്ള ടെൻഡൻസി കൂടും. ഞാനിത് കട്ട് ചെയ്യുമ്പം തന്നെ ശരിക്കും പറഞ്ഞ് എനിക്ക് ഈ കേക്ക് കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല മണവുമാണ്. ശരിക്കും ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന അന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് മോയിസ്റ്റ് ആയിട്ടുള്ള ഈ കേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.